2025 വിട പറഞ്ഞ് പുതിയൊരു പ്രതീക്ഷയുടെയും സ്വപ്നങ്ങളുടെയും വർഷമായ 2026 ലോകം ചൂടുവെക്കാൻ ഒരുങ്ങുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പുതിയൊരു തരംഗം ആഞ്ഞടിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിച്ചുകൊണ്ട് പച്ചമുന്തിരി ഉപയോഗിച്ചുള്ള ഒരു പുതുവത്സര ആചാരമാണ് ഇപ്പോൾ ഇന്റർനെറ്റിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ഡിസംബർ 31 അർദ്ധരാത്രി 12 മണി അടിക്കുമ്പോൾ 12 പച്ചമുന്തിരികൾ കഴിക്കുകയും ഒപ്പം വരാനിരിക്കുന്ന വർഷത്തേക്കായി 12 ആഗ്രഹങ്ങൾ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്ന ഈ രീതി സ്പെയിനിൽ നിന്നുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പാരമ്പര്യമാണ്. 12 ഗ്രേപ്സ് ചലഞ്ച് എന്നറിയപ്പെടുന്ന ഈ ആചാരം കേവലം ഒരു വിശ്വാസം എന്നതിലുപരി ആരോഗ്യപരമായ നിരവധി ഗുണങ്ങൾ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ടെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് തുടങ്ങിയ ഈ ട്രെൻഡ് ഇപ്പോൾ മലയാളികൾ ഉൾപ്പെടെയുള്ള ലോകത്തെമ്പാടുമുള്ള യുവതലമുറ ഏറ്റെടുത്തു കഴിഞ്ഞു. സ്പെയിനിലെ പാരമ്പര്യമനുസരിച്ച് നമ്മൾ കഴിക്കുന്ന ഓരോ മുന്തിരിയും വരാനിരിക്കുന്ന വർഷത്തിലെ ഓരോ മാസത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഘടികാരത്തിൽ 12 മണി അടിക്കുമ്പോൾ ഓരോ സെക്കൻഡിലും ഓരോന്നായി 12 മുന്തിരിയും കൃത്യസമയത്ത് കഴിച്ചു തീർത്താൽ വരും വർഷം ഭാഗ്യം നിറഞ്ഞതായിരിക്കുമെന്നും ആഗ്രഹിച്ച കാര്യങ്ങൾ എല്ലാം സഫലമാക്കുമെന്നുമാണ് വിശ്വാസം. ഈ 12 മുന്തിരികളും ഒരു സെക്കൻഡ് പോലും വൈകാതെ കഴിച്ചു തീർക്കുക എന്നത് അല്പം പ്രയാസകരമായ ഒരു കാര്യമാണെങ്കിലും അത് വളരെ രസകരമായ ഒരു മത്സരമായിട്ടാണ് ആഘോഷങ്ങളിൽ ആളുകൾ കാണുന്നത്. ശീതള പാനീയങ്ങളും ജങ്ക് ഫുഡുകളും നിറഞ്ഞു നിൽക്കുന്ന പുതുവത്സര പാർട്ടികൾക്കിടയിൽ ഇത്തരത്തിൽ പഴവർഗ്ഗങ്ങൾ ആഘോഷത്തിന്റെ ഭാഗമാകുന്നത് വളരെ നല്ലൊരു മാറ്റമായിട്ടാണ് ആരോഗ്യ വിദഗ്ധരും കാണുന്നത്. ഈ പാരമ്പര്യത്തിന് പിന്നിൽ തികച്ചും ആരോഗ്യപരമായ ചില വസ്തുതകൾ കൂടി അടങ്ങിയിട്ടുണ്ടെന്നാണ് ഡോക്ടർമാരും ചൂണ്ടിക്കാട്ടുന്നത്. ആഘോഷങ്ങളുടെ തിരക്കിനിടയിൽ നമ്മൾ നമുക്കായി മാറ്റിവെക്കുന്ന ഈ കുറഞ്ഞ സമയം ശരീരത്തിന് വലിയ രീതിയിലുള്ള വിശ്രമം നൽകുന്നു. മദ്യപാനവും ബഹളങ്ങളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിന്ന് മാറി മുന്തിരി കഴിക്കാനായി മാറ്റിവെക്കുന്ന ഈ സെക്കൻഡുകൾ ശ്വസനം സാധാരണഗതിയിലേക്കാകാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നു. ഇത് ശരീരത്തിനൊരു റീസെറ്റ് നൽകുന്നതിന് തുല്യമാണ്. കൂടാതെ മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകളും ധാതുക്കളും ശരീരത്തിന് പെട്ടെന്ന് ഊർജം നൽകുന്നവയുമാണ്. മുന്തിരിയുടെ ഔഷധ ഗുണങ്ങൾ ഈ ആചാരത്തിന്റെ മാറ്റുകൂട്ടുന്നു. പച്ചമുന്തിരിയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന നാച്ചുറൽ പഞ്ചസാരയും നാരുകളും ദഹന പ്രക്രിയ സുഗമമാക്കുന്നു. പുതുവത്സര പാർട്ടികളിലെ അമിതമായ ഭക്ഷണശീലങ്ങൾ പലപ്പോഴും ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. അവിടെ മുന്തിരി ഒരു നല്ല പരിഹാരമായി മാറുന്നു. അതിലുപരി മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സൈഡുകൾ ഹൃദയരോഗത്തിനും ഉത്തമമാണ്. ഇവ രക്തയോട്ടം വർദ്ധിപ്പിക്കാനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തടയാനും സഹായിക്കുന്നു. ഇത്രയധികം പോഷക ഗുണങ്ങളുള്ള ഒരു പഴം തന്നെ ഈ ആചാരത്തിനായി പൂർവികർ തിരഞ്ഞെടുത്തതിന് പിന്നിൽ കൃത്യമായ ഉദ്ദേശങ്ങൾ ഉണ്ടായിരിക്കാമെന്നും അഭിപ്രായപ്പെടുന്നു. പുതുവർഷത്തെ വരവേൽക്കുമ്പോൾ ലഹരി വസ്തുക്കളിലേക്കും അനാരോഗ്യകരമായ ഭക്ഷണരീതിയിലേക്കും തിരിയുന്നതിന് പകരം പ്രകൃതിദത്തമായ പച്ചമുന്തിരി പരീക്ഷിക്കുന്നത് ഒരു നല്ല മാറ്റമാണ്. ഇത് ആഗ്രഹ സഫലീകരണത്തിനുള്ള ഒരു വിശ്വാസം മാത്രമായി കാണാതെ ആരോഗ്യത്തിലേക്കുള്ള ഒരു ആദ്യ ചുവടുവയ്പായി കൂടി കാണാം. ആഘോഷങ്ങൾക്കിടയിലെ ചെറിയൊരു ഇടവേളയായി ഈ മുന്തിരി ചലഞ്ചിനെ മാറ്റുന്നതിലൂടെ നമുക്ക് ഉന്മേഷവും ഒപ്പം പോഷകങ്ങളും ലഭിക്കുന്നു. അതിനാൽ ഈ വരുന്ന പുതുവത്സര രാത്രിയിൽ 12 മണിക്ക് മുന്തിരിയുമായി തയ്യാറായിരിക്കാൻ മറക്കണ്ട. ഇത് നിങ്ങളുടെ ഭാഗ്യത്തിനും ആരോഗ്യത്തിനും തിളക്കം നൽകും.